അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധമായ റമളാൻ വീണ്ടും വന്നെത്തിയിരിക്കുന്നു അല്ലേ? ഈ ഒരു ചെറിയ വോയിസ് റെക്കോർഡിങ്ങിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ഗൗരവപൂർവ്വം അറിഞ്ഞിരിക്കേണ്ട ചില റമളാൻ രഹസ്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. കേവലം വിശന്നിരിക്കുക എന്നതല്ലട്ടോ റമളാൻ. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് റമളാൻ വന്നെത്തിയിരിക്കുന്നത്. റമളാൻ എന്നാൽ കേവലം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കലല്ല, മറിച്ച് അത് ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. ഈ മാസത്തിൽ നാം ശീലിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? അത് ക്ഷമയാണ് കേട്ടോ. ആരോടെങ്കിലും വിദ്വേഷമോ ദേഷ്യമോ പിണക്കമോ ഉണ്ടെങ്കിൽ പടച്ചവനെ ഓർത്ത് അത് അവർക്ക് മാപ്പ് കൊടുക്കുക. ഒരാൾക്കും നമ്മളെ പറ്റി പടച്ചവനോട് പരാതി പറയാൻ ഇടവരുത്താത്ത രീതിയിൽ നമ്മുടെ പെരുമാറ്റം മാറണം. നമ്മുടെ ഉള്ളിലെ ദേഷ്യം, അസൂയ എന്നിവ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമാണ് റമളാൻ. രാത്രികളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. റമളാൻ രാവുകൾക്ക് പകലിനേക്കാൾ പ്രാധാന്യമുണ്ട്. ചിത്രം സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനകൾ മുഴവേണ്ട സമയമാണ് കേട്ടോ ഇത്. ഉറക്കത്തിന് വേണ്ടി മാത്രം കളയലല്ല ഈ രാവുകൾ. പ്രത്യേകിച്ചും അവസാന 10 രാവുകൾ 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി അതിലുണ്ട് ട്ടോ. ആ രാത്രിയെ കണ്ടെത്താനും പരമാവധി ഇബാദത്തുകളിൽ മുഴുകുവാനും നാം ശ്രമിക്കണം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. ഇനി അടുത്തതായി മറ്റുള്ളവരോടുള്ള കരുണയാണ് പറയാൻ പോകുന്നത്. റമളാൻ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു വലിയ രഹസ്യം സഹാനുഭൂതിയാണ് ട്ടോ. പട്ടിണി കിടക്കുന്നവന്റെ വേദന നാം അറിയണം. നമ്മുടെ ചുറ്റുമുള്ള അയൽവാസികൾ, ദരിദ്രർ എന്നിവരെ സഹായിക്കുക. ഒരു ഈത്തപ്പഴം നൽകുകയാണെങ്കിൽ പോലും മറ്റൊരാളുടെ നോമ്പ് തുറപ്പിക്കുന്നത് വലിയ പുണ്യമാണ് ട്ടോ. ദാനധർമ്മങ്ങൾ, സദഖ വർദ്ധിപ്പിക്കുക. ഈ മാസം നാം ചെയ്യുന്ന ഓരോ ചെറിയ നന്മക്കും ഇരട്ടി പ്രതിഫലമാണ് ട്ടോ റബ്ബിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുക. നമ്മൾ ഈ റമളാനിൽ എന്താണ് നമ്മൾ മാറ്റാൻ പോകുന്നത്? റമളാൻ കഴിഞ്ഞാലും തുടരേണ്ട ചില ശീലങ്ങൾ നാം ഇവിടെ തുടങ്ങണം. നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക. മോശമായ സംസാരങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയകളിലെ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ജീവിതം ഒരു പുതിയ മനുഷ്യനേത് പോലെ മാറ്റിയെടുക്കുക എന്നതാണ് റമളാൻ നൽകുന്ന വലിയ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ നമ്മുടെ അവസാന റമളാൻ ആയിരിക്കാം ഒന്നോർക്കുക. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മളിൽ മുഴുകുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ട്ടോ. നമ്മൾ കാരണം അവർക്കും റബ്ബിന്റെ അടുക്കൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പുറത്തു കിട്ടാൻ നമുക്കും പടച്ചവനോട് തരും. അല്ലാഹു നമ്മുടെ നോമ്പും പ്രാർത്ഥനയും സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.